നമ്മൾ ഫോർത്ത് ചാപ്റ്റർ ഐഡൻറ്റിറ്റീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്ത സെക്ഷൻ പഠിക്കാം പ്രോഡക്റ്റ് ഓഫ് ഡിഫറൻസസ്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്നുള്ള ഐഡൻറ്റിറ്റി പഠിച്ചു. അതുപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. 302 ഇൻറ്റു 205. അത് ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 300 പ്ലസ് 2 ഇൻറ്റു 200 പ്ലസ് 5 ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 298 ഇൻറ്റു 195 എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ 300 കഴിഞ്ഞിട്ടായിരുന്നു 302. അപ്പോൾ നമ്മൾ 300 പ്ലസ് 2 എഴുതി, 205നെ 200 പ്ലസ് 5 എഴുതി. ഇവിടെ 298ഉം 195ഉം ആണ്. അപ്പൊ അതിന് തൊട്ടടുത്തുള്ള 100ന്റെ മൾട്ടിപ്പിൾസ് ഏതാന്ന് നോക്കണം. 298ന് തൊട്ടടുത്തുള്ള 100ന്റെ മൾട്ടിപ്പിൾ ഏതാ? 300 ആണ്. അപ്പൊ 300ൽ നിന്ന് ആഡ് ചെയ്താലല്ല 298 കിട്ടുക. എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എത്ര മൈനസ് ചെയ്യേണ്ടത്? 2 ആണ്. അപ്പൊ 298നെ നമ്മൾ എന്ത് എഴുതണു? 300 മൈനസ് 2 എന്ന് എഴുതും. നെക്സ്റ്റ് 195ന് തൊട്ടടുത്തുള്ള 100ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 200 ആണ്. 200ന് എത്ര മൈനസ് ചെയ്യണം? മൈനസ് 5. അപ്പൊ 195ന് 200 മൈനസ് 5 എഴുതി. ഇതല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം. നമ്മളൊരു ഐഡന്റിറ്റി എഴുതാനാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ ഐഡന്റിറ്റി എഴുതും. ഇനി 300 മൈനസ് 2 ഇൻറ്റു 200 മൈനസ് 5നെ മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? ഈ ഓരോന്നിനെയും ഇതിലുള്ള ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 300 ഇൻറ്റു 200. നെക്സ്റ്റ് 300 ഇൻറ്റു ഇവിടെ മൈനസ് 5 ആണ്. അപ്പൊ സിമ്പിൾ എന്തായി ഇവിടുത്തെ? മൈനസ് 300 ഇൻറ്റു 5. അടുത്തത് ഇവിടെ മൈനസ് 2 ഇൻറ്റു 200 ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മൈനസ് 2 ഇൻറ്റു 200. നെക്സ്റ്റ് മൈനസ് 2 ഇൻറ്റു മൈനസ് 5 ആണ്. രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പൊ ഇവിടുത്തെ സിമ്പിൾ എന്തായി? പ്ലസ് 2 ഇൻറ്റു 5. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ച് നോക്കാം. 300 ഇൻറ്റു 200 എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 6 4 zeros 60,000 മൈനസ് 3 ഇൻറ്റു 5 15 2 zeros മൈനസ് 2 ഇൻറ്റു 2 4 2 zeros പ്ലസ് 10 2 ഇൻറ്റു 5 10. ഇനി ആൻസർ കാണുമ്പോൾ പ്ലസും മൈനസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് ഉള്ളതൊക്കെ ആഡ് ചെയ്യാം ആദ്യം. അതായത് ഏത് നമ്പറിന്റെ മുൻപിലാണ് പ്ലസ് ഉള്ളത് അതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 60,000ന്റെ മുൻപിൽ പ്ലസ് ആണ്, ബാക്കി ഈ രണ്ടെണ്ണത്തിന്റെ മുൻപിലും മൈനസ് ആണ്. ഇത് പ്ലസ് ആണ്. അപ്പൊ പ്ലസ് മുൻപിലുള്ള രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് 60,000 പ്ലസ് 10. പ്ലസ് ഉള്ളത് ഒരുമിച്ച് എഴുതി. ഏത് സൈനാണ് നോക്കേണ്ടത്? ആ നമ്പറിന്റെ മുൻപത്തെ സൈൻ. അത് കഴിഞ്ഞിട്ടുള്ള സൈൻ അല്ല നോക്കേണ്ടത്, നമ്പറിന് മുൻപത്തെ സൈൻ നോക്കണം. പ്ലസ് നെക്സ്റ്റ് മൈനസ് ഉള്ളത് ഒരുമിച്ച് എഴുതുക. മൈനസ് 1500 മൈനസ് 400. ഇനി പ്ലസ് ഉള്ളതൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ 60,010 മൈനസ് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ മൈനസ് 1500 മൈനസ് 400 എന്ന് പറയുന്നത് രണ്ടും മൈനസ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ 1900 മൈനസ് ചെയ്യുമ്പോൾ 58,110 ആൻസർ. നമുക്ക് ഇതേപോലത്തെ തന്നെ ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐഡന്റിറ്റി എഴുതാം. 398ന് തൊട്ടടുത്തുള്ള 100ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എത്രയാ? 400. അപ്പൊ 400 മൈനസ് 2. നെക്സ്റ്റ് ഇൻറ്റു 197നെ എങ്ങനെ എഴുതും? 200 മൈനസ് 3. അത് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാം. 400 ഇൻറ്റു 200. അടുത്ത 400 ഇൻറ്റു ഇവിടെ മൈനസ് ആണ്. അപ്പൊ മൈനസ് 400 ഇൻറ്റു 3. ഇവിടെ മൈനസ് ആണ്. അപ്പൊ മൈനസ് 2 ഇൻറ്റു 200. ഈ മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. പ്ലസ് 2 ഇൻറ്റു 3. ഇനി നമുക്ക് ആൻസർ എഴുതാം. 4 ഇൻറ്റു 2 8 4 zeros. അപ്പോൾ 80,000 minus 4 into 3
12, 2 zeros. Next minus 2 into 2, 4, 2 zeros. Plus 6. Next എന്ത് ചെയ്യാം? പ്ലസ് മുൻപിലുള്ള നമ്പേഴ്സ് ഒക്കെ ഒരുമിച്ച് എഴുതാം. 80,000ന്റെ മുൻപിലൊന്നുമില്ല, അതിൻ്റെ അർത്ഥം എന്താ? അവിടെ പ്ലസ് ആണ്. അപ്പൊ 80,000 പ്ലസ് 6 മൈനസ് 1,200 മൈനസ് 400. മൈനസ് ഉള്ള രണ്ടെണ്ണം ഒരുമിച്ച് എഴുതി. പിന്നെ ആൻസർ 80,006 മൈനസ് ഇത് രണ്ടും മൈനസ് ആണ്, അപ്പൊ ആഡ് ചെയ്യണം 1,600. മൈനസ് ചെയ്യുമ്പോൾ ആൻസർ 78,406. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടി. ഇനി നമുക്ക് ഐഡന്റിറ്റി എഴുതണം. ഐഡന്റിറ്റി എഴുതാൻ നമ്മൾ ഇവിടെ 400 മൈനസ് 2 ഇൻറ്റു 200 മൈനസ് 3 എന്ന് എഴുതിയിട്ട് അതിലെ 400നെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും, 2നെ വൈ എന്നും ഡിനോട്ട് ചെയ്യും, 200നെ യു എന്ന് ഡിനോട്ട് ചെയ്യും, 3നെ വി എന്നും ഡിനോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഐഡന്റിറ്റി എഴുതാം. 400 മൈനസ് 2, 400ന് പകരം എക്സ്, എക്സ് മൈനസ് 2 വൈ ഇൻറ്റു 200ന് യു മൈനസ് 3ന് വി. അപ്പൊ എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം? ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യാണ് ഇവിടെ ചെയ്തത്. 400 ഇൻറ്റു 200, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഇൻറ്റു യു മൈനസ് 400 ഇൻറ്റു 3 മൈനസ് എക്സ് ഇൻറ്റു വി. നെക്സ്റ്റ് മൈനസ് 2 ഇൻറ്റു 200, അപ്പോൾ മൈനസ് വൈ യു. നെക്സ്റ്റ് മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പ്ലസ് 2 ഇൻറ്റു 3, അപ്പോൾ ഇവിടെ പ്ലസ് വൈ ഇൻറ്റു വി. അപ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടി. എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ഈക്വൽ ടു എക്സ് യു മൈനസ് എക്സ് വി മൈനസ് വൈ യു പ്ലസ് വൈ വി. അപ്പോൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ഈക്വൽ ടു എക്സ് യു മൈനസ് എക്സ് വി മൈനസ് വൈ യു പ്ലസ് വൈ വി. ഈ ഐഡന്റിറ്റിയാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ്, ദാറ്റ് മീൻസ് എക്സ് വൈ യു വി ഏതെങ്കിലും പോസിറ്റീവ് നമ്പേഴ്സ് ആവാം. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, വിത്ത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആൻഡ് യു ഗ്രേറ്റർ ദാൻ വൈ. ഇത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നതിൽ എക്സ് ആയിരിക്കണം വലുത്, യു മൈനസ് വിയിലെ യു ആയിരിക്കും വിനേക്കാളും വലുത്. ഈ ഐഡന്റിറ്റിയുടെ കൂടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വൈ ആൻഡ് വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ. ഇനി അടുത്ത ഒരു ഐഡന്റിറ്റി നമുക്ക് നോക്കാം. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. അതായത് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതായത് നമ്മൾ 2 സ്ക്വയറിന്റെ മീനിങ് എന്താ? 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത്. അതുപോലെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ എക്സും വൈ ആയിരുന്നു മാത്രമുള്ള വ്യത്യാസം. എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ച ഐഡന്റിറ്റിയുടെ പോലെ തന്നെയാണ്. രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ഇൻറ്റു രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ്. എക്സും വൈയും സെയിം ആയെന്ന് മാത്രമുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് ഇതുപോലെ ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ആദ്യം എക്സ് ഇൻറ്റു എക്സ്, നെക്സ്റ്റ് മൈനസ് ഇവിടെ എന്താ? എക്സ് ഇൻറ്റു വി, അതുപോലെ എക്സ് ഇൻറ്റു വൈ, നെക്സ്റ്റ് മൈനസ് വൈ ഇൻറ്റു എക്സ്, മൈനസ് വൈ ഇൻറ്റു മൈനസ് വൈ, അപ്പൊ പ്ലസ് വൈ ഇൻറ്റു വൈ. നമുക്ക് ഈ ഇൻറ്റു ഒക്കെ കളഞ്ഞു എഴുതാം. എക്സ് ഇൻറ്റു എക്സിന് നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ മൈനസ് വൈ ഇൻറ്റു എക്സ്, ദാറ്റ് ഇസ് സെയിം ആസ് എക്സ് ഇൻറ്റു വൈ. വൈ ഇൻറ്റു എക്സും എക്സ് ഇൻറ്റു വൈയും സെയിം ആണ്. അപ്പൊ ഇത് എന്തെന്ന് എഴുതി? എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഇതിലെ ഇതും ഇതും ഒരുപോലെയുള്ള എക്സും വൈയും ആണ്. എക്സ് വൈയുടെ മുമ്പിൽ നമ്പർ ഒന്നും ഇല്ല, ദാറ്റ് മീൻസ് ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ 1xy മൈനസ് 1x, രണ്ടും മൈനസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പൊ മൈനസ് 1ഉം മൈനസ് 1 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ.
എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അത് ഒരു ഐഡന്റിറ്റിയാണ്. നമ്മൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചു. എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ മൈനസ് വന്നു, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്തായി? ഇവിടെ മൈനസ് വന്നു. അപ്പൊ ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി ആണ്. ഇതെല്ലാവരും പഠിക്കുക. നമ്മൾ പഠിച്ച ഐഡന്റിറ്റി ഇതാണ്. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. അതായത് എക്സും വൈയും ഏത് പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും ഈ ഐഡന്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്താ കണ്ടീഷൻ? എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വൈ. അതായത് എപ്പോഴും മൈനസ് ആവുമ്പോൾ എക്സ് ആദ്യം എഴുതുന്ന നമ്പർ വലുതായിരിക്കണം. നേരത്തെ പറഞ്ഞ ഐഡന്റിറ്റിയിലും അങ്ങനെ കണ്ടീഷൻ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇത് ഓർഡിനറി ലാംഗ്വേജിൽ എഴുതാണ്. ഓർഡിനറി ലാംഗ്വേജിൽ എഴുതുമ്പോൾ ദ സ്ക്വയർ ഓഫ് ദ ഡിഫറൻസ് ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ്, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് twice their product subtracted from the sum of their squares. ഈ രണ്ട് നമ്പേഴ്സും 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണത് എന്തിന് മൈനസ് ചെയ്യണം? ഓരോ നമ്പറിന്റെയും സ്ക്വയറിൽ നിന്ന് മൈനസ് ചെയ്യണതാണ്. അതാണ് ഓർഡിനറി ലാംഗ്വേജിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഐഡന്റിറ്റി പല പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാവരും പഠിക്കുക. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യും. ക്വസ്റ്റ്യൻ ഇതാണ്, 99 സ്ക്വയർ. അപ്പൊ ഈ 99നെ എക്സ് മൈനസ് വൈയുടെ ഫോമിൽ എഴുതണം. അതിന് 99ന് തൊട്ടടുത്തുള്ള 100ന്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ 100 ആയാലും മതി. അപ്പൊ 99ന് തൊട്ടടുത്തുള്ളത് 100 ആണ്. അപ്പൊ നമ്മൾ 100 എത്ര മൈനസ് ചെയ്യണം? -1 ഹോൾ സ്ക്വയർ എന്ന് എഴുതും. അപ്പൊ ഈ 100 - 1 എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈയുടെ ഫോമിലാണ്. അപ്പൊ നമുക്ക് ഈ ഐഡന്റിറ്റി യൂസ് ചെയ്ത് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പൊ എക്സിന്റെ പ്ലേസിൽ 100, വൈയുടെ പ്ലേസിൽ 1. അപ്പൊ എക്സ് സ്ക്വയർ 100 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് 100 ഇൻറ്റു വൈ 1. അപ്പൊ ആൻസർ എഴുതുമ്പോൾ 4 zeros പ്ലസ് 1 മൈനസ് 200. 10,001 മൈനസ് 200. ആൻസർ 9,801. നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ പാറ്റേൺ ഓൾജിബ്രയിൽ എഴുതണം. വേറെ നമ്പേഴ്സ് എടുത്ത് ചെയ്ത് നോക്കണം, ഓൾജിബ്രയിൽ എഴുതണം. അപ്പൊ നമുക്ക് പാറ്റേൺ നോക്കാം. 2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 10 ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അത് നമുക്കിത് ശരിയാണോ നോക്കാം. 2 ഇൻറ്റു ഇവിടെ എന്ത് വന്നു? 2 ഇൻറ്റു 2 4 പ്ലസ് 1 5. 2 ഇൻറ്റു 5 അപ്പൊ 10 ആണ് ആൻസർ. നെക്സ്റ്റ് ഇവിടെ 3 സ്ക്വയർ 9 പ്ലസ് 1 10 ആണ്. അത് ശരിയാണ്. അടുത്ത് നോക്കുമ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 3 9 പ്ലസ് 4 13. അപ്പൊ 13 ഇൻറ്റു 2 26 ആണ്. ഇവിടെ 5 സ്ക്വയർ 25 പ്ലസ് 1 26 ആണ്. ഇനി ഈ പാറ്റേണിൽ എഴുതിയ നമ്പേഴ്സിന്റെ ഒക്കെ പെക്യുലാരിറ്റീസ് എന്താന്ന് നോക്കാം. ഇവിടെ ഓർഡറിലാണോ എന്ന് ചോദിച്ചാൽ ഓർഡറിലല്ല. ഇവിടെ 2 1 എടുത്തു, ഇവിടെ 3 2. അപ്പൊ നമുക്ക് തോന്നാം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പർ അല്ല, 5ഉം 1ഉം ആണ്. ഇവിടെ 4ഉം 6 ആണ്. അപ്പൊ നമ്പേഴ്സ് എടുക്കണേല് ഒരു റൂളും ഇല്ല. നെക്സ്റ്റ് ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ രണ്ട് നമ്പർ എടുത്തേക്കുന്നത് 2ഉം 1ഉം ആണ്. ഇവിടെ 3ഉം 1ഉം ആണ്. അതെങ്ങനെ കിട്ടും? അവിടെ ഒരു റിലേഷൻ ഉണ്ട്. സ്ക്വയറിൽ ഉണ്ടാക്കുന്ന നമ്പറുകൾ 2ഉം 1ഉം ആണ്. 2 പ്ലസ് 1 എഴുതുമ്പോൾ 3 ആണ്. 2 മൈനസ് 1 ചെയ്യുമ്പോൾ 1 ആണ്. ആ നമ്പേഴ്സ് അല്ലേ ഇവിടെ ഉള്ളത്? 2 പ്ലസ് 1 3 3 സ്ക്വയർ, 2 മൈനസ് 1 1 1 സ്ക്വയർ. ഒരു ലൈനിലെ നമ്പറിന്റെ പെക്യുലാരിറ്റി മാത്രം കണ്ട് നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ലൈൻസിലൊക്കെ അത് ശരിയാണോ നോക്കാം. അടുത്തത് ഇവിടെ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ്. അപ്പോ 3 പ്ലസ് 2 എത്രയാണ്? ഇവിടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ നമ്പർ 5 സ്ക്വയർ. 3 മൈനസ് 2 1 ആണ്. പിന്നെ എഴുതിയിരിക്കുന്നത് 1 സ്ക്വയർ. അപ്പൊ അതിലും അത് ശരിയാണ്. നെക്സ്റ്റ് 5 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. 5 പ്ലസ് 1 6 ആണ്. ആദ്യത്തെ സ്ക്വയർ ഇവിടെ 6 സ്ക്വയർ ആണ്. 5 മൈനസ് 1 4 ആണ്. നെക്സ്റ്റ് സ്ക്വയർ 4 സ്ക്വയർ ആണ്. നെക്സ്റ്റ് അതുപോലെ 2 ഇൻറ്റു 4 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. അപ്പൊ എന്തായി? 4 പ്ലസ് 6 10 സ്ക്വയർ. 6 മൈനസ് 4 2 സ്ക്വയർ. അതായത് ഈ രണ്ട് നമ്പറുകളുടെ സമ്മാണ് ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ, ഡിഫറൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ.
അപ്പോൾ റിലേഷൻ നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ 2 ലൈനും കൂടി നമ്മൾ എഴുതണം. ഓർഡർ ഒന്നുമില്ല, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ 2 ലൈനും കൂടി എഴുതണം. അപ്പോൾ നമുക്ക് വേറെ 2 നമ്പേഴ്സ് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ 2ഉം 5ഉം എടുത്തു. ശരിയാണോ നോക്കാം നമുക്ക്. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? 2 × 2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അപ്പോൾ 2 × 2 സ്ക്വയർ 4 പ്ലസ് 5 സ്ക്വയർ 25. അപ്പോൾ 2 × 4 പ്ലസ് 25 29. ആൻസർ 58. ഇനി അപ്പുറത്തെ സൈഡിൽ എന്ത് വരും? ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തതിന്റെ സ്ക്വയർ. ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? 7 സ്ക്വയർ പ്ലസ് ഡിഫറൻസ് എത്രയാ? 5 - 2 3 സ്ക്വയർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വന്നത്? 7 × 7 49 പ്ലസ് 3 × 3 9. അപ്പൊ എന്ത് വന്നു? 58 വന്നു. അപ്പോൾ ഇത് 2 ഈക്വൽ ആണ്. നമ്പർ എത്രയാ? അപ്പൊ നമുക്കിവിടെ 58 എഴുതാം. അപ്പൊ ഏത് 2 പോസിറ്റീവ് നമ്പേഴ്സ് എടുത്താലും ഇത് ശരിയാവും. ഇനി ഒരു ലൈനും കൂടി എഴുതാൻ, അത് നിങ്ങൾ 2 നമ്പർ എടുക്കുക, ചെക്ക് ചെയ്യുക, എഴുതുക. ഇനി നമുക്കിത് ഓൾജിബ്രയിൽ എഴുതാം. അപ്പൊ നമ്മൾ 2 നമ്പേഴ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ 2 നമ്പേഴ്സും തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. നമുക്ക് ഏത് പോസിറ്റീവ് നമ്പേഴ്സും വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമുക്ക് ആ 2 നമ്പേഴ്സിനെ എക്സ് എന്നും വൈ എന്നും എഴുതാം. ഈ ലൈൻസിന്റെ ലെഫ്റ്റ് സൈഡ് എന്ത് വരും? 2 × x² പ്ലസ് y² എന്ന് വരും. അതായത് 2-ന് x കൊടുത്തു, 1-ന് y-യും കൊടുത്തു. അപ്പൊ ലെഫ്റ്റ് സൈഡ് 2 × x² പ്ലസ് y² എന്ന് വന്നു. ഇനി റൈറ്റ് സൈഡ് എന്തായിരിക്കും? റൈറ്റ് സൈഡ് 3 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴാണ് ഈ 3 കിട്ടിയത്. അപ്പൊ നമ്മൾ ഈ 2 നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എക്സും വൈയും ആണ്. അപ്പൊ നമ്മൾ 3-നെ എങ്ങനെ എഴുതും? x + y. x + y 3 സ്ക്വയർ ആണ്. അപ്പൊ x + y ഹോൾ സ്ക്വയർ പ്ലസ് ഈ 1 എങ്ങനെ കിട്ടിയത്? ഈ 2 നമ്പറിന്റെയും ഡിഫറൻസ്. എല്ലാ ലൈനിലും അങ്ങനെ തന്നെ. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതും? x - y ഹോൾ സ്ക്വയർ. ഇനി ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ ഓൾജിബ്രയിൽ പ്രൂവ് ചെയ്യണം. അപ്പൊ x + y ഹോൾ സ്ക്വയർ നമ്മൾ ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. എന്താ? x² + y² + 2xy. ഇപ്പൊ ഇന്ന് നമ്മൾ x - y ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡന്റിറ്റി പഠിച്ചു. അപ്പൊ അത് ചെയ്യുമ്പോൾ x² + y² - 2xy. അപ്പോ ഇനി ആഡ് ചെയ്യുമ്പോൾ x² ഉണ്ട്, ഇവിടെ x² ഉണ്ട്. ആ 2 x² ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2x². അതുപോലെ ഇവിടെ y² ഉണ്ട്, y². അപ്പൊ 2y² പ്ലസ് 2xy - 2xy ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് ആൻസർ 2x² + 2y², ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × x² + y². അത് തന്നെയല്ലേ നമ്മൾ ലെഫ്റ്റ് സൈഡിനെ എക്സും വൈ ആയിട്ട് റെപ്രസെന്റ് ചെയ്തപ്പോൾ എഴുതിയത്. ഈ പാറ്റേൺ ഓൾജിബ്രയിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2 × x² + y² ഈക്വൽ ടു x + y ഹോൾ സ്ക്വയർ x - y ഹോൾ സ്ക്വയർ. ഇത് ഈ പാറ്റേൺ ഓൾജിബ്രയിൽ എഴുതിയത് മാത്രമല്ല, ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് പല സ്ഥലത്തും പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കാനും പറ്റും നമുക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.